ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ എക്സാം ഒക്കെ എടുക്കാറായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു തീരാറുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ ഇനിയിപ്പോ റിവിഷൻ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിന് മുമ്പേ നമ്മുടെ പാഠം അല്ലേ, ലാസ്റ്റിൽ നമുക്കൊരു പാഠം ഉണ്ടായിരുന്നു. ആ പാഠത്തിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല. ഏതായിരുന്നു പാഠം എന്ന് പറയുന്നത്? ഉൾട്ട പുൾട്ട എന്ന് പറയുന്ന പാഠം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ പാഠം എന്താണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു കവിതയായിരുന്നു നമുക്ക് പഠിക്കാണ്ടല്ലേ. എന്താണ്, ഭഗവതി പ്രസാദ് ദ്വിവേദി എഴുതിയിട്ടുള്ളതായിരുന്നു. എഴുതിയ ആളുടെ ഒന്നും പേരൊന്നും മക്കൾ പഠിക്കേണ്ട. പക്ഷെ എന്താണ് ആ പാഠത്തിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം അല്ലെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പാഠം അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നതായിരിക്കും നമ്മുടെ അടുത്ത പബ്ലിക് ലൈവില്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ അതിനുള്ളിൽ ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചിട്ടുണ്ടാവണം അല്ലെ. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് തന്നെയായിരിക്കും നമുക്ക് എങ്ങനെ വരിക, നമ്മുടെ എക്സാമിനായിട്ട് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അത് നമുക്ക് ആദ്യം പഠിക്കാം അല്ലെ. ഓക്കെ, നമുക്ക് കുറച്ച് ആളുകളെ പഠിക്കാനുണ്ട്. അതില് കുറച്ച് വെറൈറ്റീസ് ഓഫ് ആളുകളെ നമുക്കത് പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ എന്താണ്, മക്കൾക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി, ആരാണ് എന്ന് എഴുതാൻ വേണ്ടി കൃത്യമായിട്ട് നമുക്ക് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇയാളുടെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർക്ക് എഴുതാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വളരെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരാണ് ഇത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മക്കൾ എഴുതി തന്നെ പഠിക്കണം. പറഞ്ഞു പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, തെറ്റിപ്പോകും. അതുകൊണ്ട് എഴുതി തന്നെ പഠിക്കണം എന്നുള്ള കാര്യം മക്കൾ ആദ്യം ആലോചിക്കുക. ഓക്കെ, ആദ്യം നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, 1 എന്ന് പറഞ്ഞിട്ട് അല്ലെ. എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യണം മക്കൾ, ഈ 1 എന്നുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് മക്കൾ കളർ ചെയ്യുക അല്ലെങ്കിൽ ടിക്ക് ഇടുകയും ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇയാളുടെ പേര് കറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ഈ 1 എന്നുള്ള ആൾക്കാർ ആരൊക്കെ, ഇത് ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെ 1 വരുന്നുണ്ട്, പിന്നെ എവിടെ ഉണ്ടാവുന്നത്, പിന്നെ വേറെ എവിടെയും 1 വരുന്നില്ല അല്ലെ. അപ്പം ആരുടെ പേരെന്തായിരിക്കും? ഈ പല്ലിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. നിങ്ങൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതിന് എന്തായിരുന്നു പറയാ, നമ്മള് ചിപ്കലി എന്നാണ് പറയാറില്ല. എന്താ പറയാറ്, നമ്മള് ചിപ്കലി എന്നുള്ളതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നത്, ഈ ചിപ്കലി എന്നുള്ള കാര്യം എടുത്തെഴുതുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ. ഓക്കെ, അടുത്ത എന്താണ്, കൊരങ്ങൻകുട്ടനാണ്. ഈ കൊരങ്ങൻകുട്ടനെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ടെൻഷനേ ഇല്ലാത്ത ആളാണ്. ഇത് 2 എന്ന് പറഞ്ഞ നമ്പർ ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്കറിയാം കൊരങ്ങനെ നമ്മൾ ബന്ദർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നത്, ഈ ബന്ദർ എന്ന് പറഞ്ഞ സംഭവം, നമ്മൾ എന്താണ്, 1 മാത്രം എടുത്താൽ മതി, 2 മാത്രം എടുത്താൽ മതി. 2 എവിടെ, കേസ്. ഇപ്പൊ 2 മാത്രം എടുക്കുന്ന സമയത്ത് വേർ ഈസ് ബന്ദറിന്റെ എർ. ഓക്കെ, ഇതേ ബന്ദറിന്റെ എർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബന്ദർ എന്ന് എഴുതി കൊടുക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ ബന്ദർ. മറ്റേത് ചിപ്കലിയാണ്, ഇത് ബന്ദറാണ്. ഇനി മക്കൾ എന്താണ്, ഇത് കണ്ടുപിടിക്കുക. ഇത് എന്തായാലും എന്താണ്, കൂറയ്ക്ക് എന്താണ് കൂറ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയാറുണ്ട്, ഇതിന് പാറ്റ എന്ന് പറയാറുണ്ട്, കോക്രോച്ച് എന്ന് നമുക്ക് പറയാം. അപ്പൊ കോക്രോച്ചിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേര് തിൽച്ചട്ട എന്നുള്ളതാണ് അല്ലെ. അപ്പൊ 3 എന്ന് പറയുന്ന ഭാഗങ്ങൾ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക. 3 എന്ന് പറയുന്ന ഭാഗങ്ങൾ ഫുള്ള് എടുത്തിട്ട് നോക്കിക്കേ, എഴുതിക്കേ. എന്താണ് ഇതിന് പറയുന്നത്, തിൽച്ചട്ട എന്നുള്ളതാണ്. തെറ്റിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലുള്ള വാളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മക്കളെ എടുത്തെഴുതണം. തിൽച്ചട്ട എന്നുള്ളതാണ് കേട്ടോ. തിൽച്ചട്ട എന്നുള്ള ആ പേര് എന്ത് ചെയ്യുന്നു, മക്കളെ എടുത്തെഴുതുന്നു. ഓക്കെ, സിമ്പിൾ സാധനമാണ്. ഇതെന്താണ്, എട്ടുകാലിയാണെന്ന് അറിയാം നിങ്ങൾക്ക്. എന്താണ്, നമ്മുടെ സ്പൈഡർ ആണെന്ന് അറിയാം. സ്പൈഡറിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്? ഓക്കെ, 4 എന്ന് പറയുന്ന ഭാഗം മക്കൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. 4 എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് എവിടേക്കാണ് വരുന്നത്? ഓക്കെ, യെസ്, ദേ മക്കിട എന്നാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുന്നു, എഴുതി കൊടുക്കുന്നു. ദേ മക്കിട. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെയുള്ള വേറൊരാളാണ് ഓന്ത് അല്ലെ. ഓന്തിന് നമ്മൾ എന്തായിരുന്നു ഹിന്ദി പറയാ, ഗിർഗിട്ട് എന്നാണ് പറയാ അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, ഈ ഗിർഗിട്ട് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എഴുതാം. നമ്മളിവിടെ എന്താണ് 5 എന്നാണ് തന്നിട്ടുള്ളത്. മക്കൾ 5 മൊത്തം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എഴുതുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ, ഗിർഗിട്ടാണ്. ഓക്കെ, യെസ്. ഇതെന്താണ്, നമ്മുടെ ഉറുമ്പാണ്. ഉറുമ്പിന് എന്താണ്, 6th 1 ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, 6th 1 ഫുൾ എന്ത് ചെയ്യുന്നു, ടിക്കിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. ചീണ്ട. ഓക്കെ, യെസ്, ചീണ്ട എന്നാണ് ഇനി പറയുന്നത്. ചീണ്ട എന്നുള്ളത് നമ്മൾ എഴുതിയെടുക്കുന്നു. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ. ചീണ്ട എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നു. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ, ഇതേപോലുള്ള കാര്യങ്ങൾ ഈ സാധനത്തിന്റെ പിക്ചർ തന്നിട്ട്, ഇപ്പൊ ഒന്നിന്റെ പിക്ചർ തന്നിട്ട് എന്നിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഇത് ഗിർഗിട്ട് എന്ന് എഴുതണം. ഇവ ഉറുമ്പിന്റെ പിക്ചർ തന്നു വെച്ചാൽ ചീണ്ട എന്ന് എഴുതണം. അങ്ങനെ എന്തായാലും ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും എന്തായാലും എന്റെ മക്കൾ പഠിച്ചു വെക്കണം. ഈ കവിത നന്നായിട്ട് വായിക്കണം. കവിതയിൽ നിന്ന് തന്നെ എന്താണ്, ഇയാൾ എന്താണ് ചെയ്തത്, ഈ മറ്റേ ആൾ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാൻ വേണ്ടി മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ സഹി മിലാൻ കരെ എന്ന് പറഞ്ഞിട്ട് വരും. സഹി മിലാൻ കരെ ചെന്നാൽ ഒന്നുമില്ല, ഈ ബോക്സിലെ ആൾക്കാരെ മറ്റേ ബോക്സുമായിട്ടുള്ള ആൾക്കാരുമായിട്ട്, ശരിയായിട്ടുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്താൽ മാച്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്,
ആദ്യത്തെ ഭാഗം തന്നിട്ടുള്ള ഇതാണ്. ചിപ്കലി ഛത്ത് സേ ഗിർത്തി ഹേ. നമ്മുടെ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തായിരുന്നു, ഓരോ സാധനങ്ങൾ എന്ത് ചെയ്യും, വീഴും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ ഇവിടെയെങ്കിലും വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ വീണേന്ന് പറഞ്ഞ് കിടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, അവിടെ നിന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് പോകണം അല്ലേ. ഇപ്പൊ ചിപ്കലിയാണ്, നമ്മുടെ പല്ലിയാണെങ്കിൽ എന്താണ്, അവൻ വീണാലും ഇപ്പൊ ചുമരിന്റെ മുകളിൽ നിന്ന് വീണെന്ന് വിചാരിക്കുക, വീണാലും അതെന്ത് ചെയ്യും, സാരമില്ല എന്ന് പറഞ്ഞങ്ങ് പോവും. ഇനിയിപ്പോ ബന്ദർകുട്ടനാ വിചാരിക്കുക, ചിലപ്പോ എന്താണ് ചാടുന്ന സമയത്ത് വീഴാൻ പോയെന്ന് വിചാരിക്കുക, പക്ഷെ അവൻ വീണോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കും, ഇല്ല, അപ്പത്തേക്ക് ഏതെങ്കിലും ചില്ലയിൽ അവൻ എന്ത് ചെയ്യും, പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനിയിപ്പോ നമ്മുടെ എന്താണ് കോക്രോച്ചാന്ന് വിചാരിക്കുക, തിൽച്ചട്ടയാന്ന് വിചാരിക്കുക, തിൽച്ചട്ടയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, അവൻ ചില സമയം എന്ത് ചെയ്യും, മറഞ്ഞു പോകില്ല, ഇത് കാലും കൈയൊക്കെ ആയിട്ട് ഇങ്ങനെ മറഞ്ഞു പോകും. പക്ഷെ അവരെങ്ങനെങ്കിലും കൈയും കാലൊക്കെ ഇട്ടടിച്ചിട്ട് എന്ത് ചെയ്യും, നോർമൽ പൊസിഷനിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് പേടിച്ച് കരഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, അവിടുന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഇതായിരുന്നു നമ്മുടെ കവിത മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ മക്കൾ നോക്കതാ, ചിപ്കലി ഛത്ത് സേ ഗിർത്തി ഹേ, നമ്മുടെ ചിപ്കലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഛത്തിൽ നിന്നും വീഴുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അപ്പനെ ആപ്പ് ഉഡ് ചൽ ദേത്തി ഹേ, തന്നെത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, എഴുന്നേറ്റ് പോകുന്നു എന്ന് പറയുന്ന ഭാഗമാണ് തന്നിട്ടുള്ളത് അല്ലെ. അതാണ് ഏറ്റവും ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഇതിന് ചേർന്നിട്ടുള്ള ആ ഒരു ബോക്സിലെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഇനി അടുത്ത് നോക്കിക്കേ, ബന്ദർ ഢാലി സേ ഗിർത്താ ഹേ, നമ്മുടെ കുരങ്ങൻകുട്ടൻ ആ ബ്രാഞ്ചിൽ നിന്നും എന്ത് ചെയ്യുന്നു, വീഴുന്നു. എന്നിട്ട് അവൻ വീണിട്ട് എന്താ ചെയ്യുന്നത്, അയ്യോ അമ്മ ഞാൻ വീണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ല, അവൻ പെട്ടെന്ന് വേറൊരു ഢാലി പിടിച്ചിട്ട്, വേറൊരു ബ്രാഞ്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, അത് പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് ചിരിക്കണമുണ്ട് അല്ലെ. നമ്മുടെ കവിതയിൽ തന്നിട്ടുണ്ടായിരുന്നു, അത് തന്നെ മക്കൾ നോക്കിയത് മതി. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പേടിക്കേണ്ടാത്ത ഒരു കാര്യമുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് കവിതയുടെ കുഞ്ഞു ഭാഗം എവിടെ തരുന്നറിയോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. എന്നിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാച്ച് ദ ഫോളോവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ദൂസരി ഢാലി പക്കഡ് കർ ഹസ്താ ഹേ എന്ന് പറയുന്നത് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ അല്ലെ. ഇനി അടുത്ത് നോക്കിക്കേ, ചീന്റെ ഒരു തിൽച്ചട്ടെ പലട്ടെ ഹേ, നമ്മുടെ ഉറുമ്പും പിന്നെ നമ്മുടെ തിൽച്ചട്ടയും നമ്മുടെ കോക്രോച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പലട്ടേഹെ, അവര് രണ്ടാളും എന്തായി പോകാറുണ്ട്, ചില സമയം മറഞ്ഞു പോകാറുണ്ട് അല്ലെ. മറിഞ്ഞു പോകുന്ന സമയത്ത് അവരെന്താ ചെയ്യാ, അവര് കയ്യും കാലൊക്കെ ഇട്ടടിച്ചിട്ട് ശരിയാവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ലെ. ഹാത്ത് പേരോങ്കോ, കയ്യും കാലും സീതാക്കർ ചൽത്തേഹെ, നേരെയാക്കിയിട്ട് എങ്ങനെയൊക്കെയോ അവര് മുന്നോട്ട് പോകാറുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ. ഇനി അടുത്ത് നോക്കിക്കേ, മക്കടെ ഒരു ഗിർഗിറ്റ് ഗിർത്തേഹെ, ചില സമയം നമ്മുടെ ഈ സ്പൈഡർ, മക്കടെ മീൻസ് എന്താണ്, സ്പൈഡർ ആണ്. ഗിർഗിട്ട് എന്ന് വെച്ചാൽ ഓന്താ നമ്മൾ പഠിച്ചില്ലേ, ഓന്തു എന്ത് ചെയ്യാറുണ്ട്, ചില സമയം ഗിർത്തേഹെ, വീണ് പോവാറുണ്ട്. അവർ അയ്യോ അമ്മേ ഞാൻ വീണെന്ന് പറഞ്ഞ് കിടക്കോ? ഇല്ല, അവരെന്ത് ചെയ്യും, അപ്പനെ ആപ്പ് സമ്പൽത്തേഹെ, അവർ സ്വന്തം എന്ത് ചെയ്യും, സ്വന്തമായിട്ട് നോക്കിയിട്ട് അവർ സ്വന്തമായിട്ട് എണീറ്റങ്ങ് നടക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യാറല്ലേ. അല്ലാതെ അവിടെ കിടന്ന് കരയത്തൊന്നുമില്ല, അവര് നല്ലതുപോലെ എന്ത് ചെയ്യും, മുന്നോട്ടേക്ക് പോകും എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ോട്ട് നമ്മുടെ കവിതയിൽ പറയുന്നുണ്ടായിരുന്നു എന്താണ് എന്നുള്ള കാര്യം. അതായത് ഇവിടെ ഫുള്ള് നമ്മളോട് എന്താ പറയാൻ ശ്രമിക്കുന്നത്, ജോ ഹിമ്മത്ത് ഘോത്തേഹെ, ആർക്കാണോ ധൈര്യം, ആരാണോ ധൈര്യം കൈവിടുന്നത് അവൻ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും, പച്താത്തേഹെ അല്ലെ, റിഗ്രറ്റ് അടിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഭാഗം അല്ലെ. ഇനി ലാസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മക്കൾ ഇരിക്കാൻ പാടില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് വായിച്ച് തന്നെ നോക്കണം കേട്ടോ. നമുക്ക് നോക്കിക്കേ, ജോ തുരന്ത് സമ്പൽത്തേഹെ, ആരാണോ പെട്ടെന്ന് തന്നെ എന്താണ് ശരിയായിട്ട് മാറുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ പെട്ടെന്ന് സാരമില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നത്, പെട്ടെന്ന് തന്നെ സമ്പൽത്തേഹെ ശരിയാവുന്നത്, അവർ ജീവിതത്തിൽ എന്താവും, രക്ഷപ്പെടും, അവർക്ക് എല്ലാ സുഖങ്ങളും കിട്ടും എന്ന് നമ്മുടെ കവിതയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായിരിക്കും, വേ ജീവൻ മേ സുഖ പാത്തേഹെ, അവർ ജീവിതത്തിൽ എന്താവും, സുഖ പാത്തേഹെ, സുഖം അനുഭവിക്കുന്നവരായിട്ട് മാറും അല്ലെ. ഇതായത് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് നിർബന്ധമായിട്ടും ഇത് വെറുതെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രമല്ല, നമ്മുടെ എക്സാമിന് ഇത് ചോദിക്കാൻ വേണ്ടി ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്റെ മക്കൾ കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.